ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ ഒരു മുട്ടക്കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും യൂസ് ചെയ്യാം, അതുപോലെ രാത്രി ഡിന്നറിനും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാർട്ടി ഒക്കേഷനിൽ വേണ്ട റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ എഗ് കറിയാണിത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മുട്ടക്കറിക്ക് നമ്മൾ ആദ്യം മുട്ട പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ അവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ അതാ 2 മീഡിയം സൈസ്ഡ് സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് സൈസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. പിന്നെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, അത് ഒരു കപ്പ് 200 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുന്ന നേരം കൊണ്ട് നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് തൊലിച്ചെടുക്കാം. നമ്മൾ ഈ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതിൽ മസാല പുരട്ടി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ മുട്ട ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. മസാല ഒന്ന് ഉള്ളിലോട്ടേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീറി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം. നമ്മൾ പുഴുകിയ മുട്ട ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ഇതിലധികമൊന്നുമില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഒരു മുട്ട എൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടൊന്നൊന്ന് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കിനി ഈ മസാല ഈ മുട്ടയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിലേക്ക് മുട്ട ഇട്ടിട്ട് നമുക്കെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ മസാല ബാക്കി ഉണ്ടാകും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് കളയണ്ട, കാരണം നമുക്കത് ഗ്രേവിയിലേക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതാ നമ്മളെല്ലാ മുട്ടയും ഒരേപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടിയ മുട്ടയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാറ്റി ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് മുട്ട ഇതിലിട്ട് പൊരിക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ പൊട്ടിയ മുട്ട നമുക്ക് മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആവട്ടെ. ആ നേരത്തെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്, നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. നമ്മളിതിലേക്ക് ബദം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ട്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കാഷ്യൂസ് യൂസ് ചെയ്യാം. ഞാനിവിടെ ബദമാണ് യൂസ് ചെയ്യുന്നത്. ഒരു കൈപ്പിടി ബദം എടുത്തിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. മറന്നു പോയതുകൊണ്ടാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ സോക്ക് ചെയ്താലും മതി കേട്ടോ. 5 മുട്ടയും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് കേട്ടോ നമ്മൾ ഗ്രേവി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒഴിക്കുന്നില്ല. ഈ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവോള നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഗ്രേവിയിൽ. സവോള അധികം ഗ്രേവിയിൽ കാണാൻ പാടില്ല, അതുപോലെ സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ സവോള കുക്കായിക്കോട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, ബദം ഇതെല്ലാം അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ബദം നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബദം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കാരണം ഇത് സോക്ക് ചെയ്ത ടൈം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ബദമും തേങ്ങയും കൂടി രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ബദം കുറച്ച് തേങ്ങ യൂസ് ചെയ്തിട്ട് അരച്ചെടുത്തു. അതിൻ്റെ ശേഷം ബാക്കി തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. തേങ്ങ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയിലേക്ക് തന്നെ പോയി നോക്കാം. അപ്പോൾ സവോള ഇതാ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സവോളയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തക്കാളിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പകരം നമ്മൾ നേരത്തെ മുട്ട മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത മസാലയുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ മസാല. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ബാക്കി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3/4 ഗ്ലാസ് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇതിന് ഉപ്പൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതിൽ ഉപ്പ് പാകമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മറ്റൊരു കാര്യമാണ്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നേരിയ മധുരത്തിലുള്ള കറിയാണ്, അതുകൊണ്ടാണ് ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ്, മധുരമുള്ള ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്കിപ്പ് ചെയ്യാം, നിർബന്ധമില്ല. അപ്പോൾ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നേരത്തെ കീറി വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ. ഇവിടെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, കാരണം ഇത് കുറച്ച് കട്ടിയുള്ള ഒരു കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ കറിക്ക് ഈ ഒരു തിക്നെസ് ഉണ്ടാവണം കേട്ടോ. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് പാകമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് തിളപ്പിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മുട്ട മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലി പുതിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് കറി ഒഴിച്ചതിന് ശേഷമാണ് മുട്ട ഇതിലേക്ക് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഹാഫായിട്ട് കീറിയതിന് ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ചപ്പാത്തീൻ്റെ കൂടെ, പൂരീൻ്റെ കൂടെ, അതേപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. So see you next video. Till then, take care and bye-bye.